ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് എൻ്റെ പിറന്നാളായ കാരണം ഇവർ തകർത്ത് പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്ങനെ എന്തൊക്കെ സെറ്റ് ചെയ്യാന്നുള്ളത്. ഓൾറെഡി ഇവർ കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പം സർപ്രൈസും ഗിഫ്റ്റും കാര്യങ്ങൾ എങ്ങനെ തരാം, ഏത് രീതിയിൽ തരാം എന്നൊക്കെയാണ് തോന്നുന്നു ഇവിടെ ഇരുന്ന് ആലോചിക്കുന്നത്. അപ്പോൾ ഞാനും യാഷുമോൻ അപ്പുറത്ത് കുട്ടികൾ കളിക്കുന്ന ഒരു സ്പേസ് ഉണ്ട്, അവിടെ പോയി കുറച്ച് നേരം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാരണം അങ്ങനെ ഞങ്ങളും അവസാനം എൻ്റർ ചെയ്തു. അങ്ങനെ ഫുഡൊക്കെ വന്നു കഴിഞ്ഞു ഗൈസ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ ഒരെണ്ണം മാത്രം മിസ്സായിട്ടുണ്ട്, കാരണം അത് ഉണ്ടായില്ല. ബാക്കിയൊക്കെ സാധനത്തിൽ നമ്മുടെ യാഷുമോനാണെങ്കിൽ ഭയങ്കര ഒച്ചപ്പാടാണ് എല്ലാ സാധനം അവന് കൊടുക്കാൻ. അവനാണെങ്കിൽ അവിടെ ഇരുത്തും കൊള്ളുന്നില്ല. നമ്മൾ എന്തൊക്കെയോ പറഞ്ഞാണ് മോൻ അവിടെ ഇരുത്തിയത്, പക്ഷെ അവൻ അവിടെ ഇരിക്കാൻ കൂട്ടാക്കുന്നില്ല. അവസാനം എന്ത് ചെയ്യാൻ വേറെ നിവർത്തില്ല എന്നെടുത്തു. അവനാണെങ്കിൽ അവിടെ ഇരിക്കില്ല കേട്ടോ, അത് ഓടാൻ വേണ്ടിയിട്ടുള്ള കളിയാണ് അവൻ്റെ. കണ്ട ഇങ്ങനത്തെ കുറേ വികൃതികളൊക്കെ ഇപ്പോൾ അവന് കൂടി വരുന്നുണ്ട് നമ്മളൊക്കെ. അങ്ങനെ ഞങ്ങളിത് യാഷുവിനെ റിയാസിൻ്റെ കയ്യിൽ കൊടുത്തു. അങ്ങനെ കഴിക്കാനുള്ള തത്രപ്പാടിൽ നമ്മൾ തുടങ്ങാൻ നിൽക്കുന്ന സമയത്താണ് ഗൈസ് ഇവരൊക്കെ കൂടി പ്ലാൻ ചെയ്ത ആ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എന്നെ തേടിയെത്തുന്നത്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടോളൂ. ഇത് കുറച്ച് കാര്യമായിട്ടാണല്ലോ. ശ്യാമെല്ലാം പോയി. മാസ്റ്റർ പ്ലാൻ ഓഫ് ദിസ് ബർത്ത്ഡേ പാർട്ടി ആൻഡ് ട്രീറ്റ്. ആക്ച്വലി ഇത് രജേഷിൻ്റെ മാത്രം ട്രീറ്റ് ആയിരുന്നു. ഞാൻ പിന്നെ അവസാനം പേയ്മെന്റ് കൊടുക്കാന്ന് പറഞ്ഞു സമ്മതിക്കാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ കൊടുത്തേനെ അല്ലേ. ഇത് 2 ദിവസം കൊണ്ട് 2-3 ദിവസം കൊണ്ട് ചിന്നും ചേച്ചിയും ബാക്കിയുള്ള ഇവരെല്ലാവരും കൂടെ സെറ്റ് ചെയ്ത ട്രീറ്റ് ആയിരുന്നു. അപ്പോൾ ചിന്നുവിൻ്റെ സർപ്രൈസ് ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല ഗൈസ്. ഇപ്രാവശ്യം ചിന്നു എന്തോ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. കാരണം അവൾക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്, എല്ലാ കാര്യം എനിക്ക് ചെയ്തു തരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം ഒക്കെ എല്ലാം അവളെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ബർത്ത്ഡേ പ്ലാനൊക്കെ ചെയ്തേക്കുന്നത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് വണ്ടിയിൽ വരുന്ന സമയത്താണ് ഈ അടുത്തൊരു സർപ്രൈസ്. അപ്പോൾ അതേ സർപ്രൈസ് എന്താണെന്ന് നിങ്ങൾ കണ്ടു നോക്കുക.
രജി എല്ലാം ഒരേ ഫ്രെയിമിലേ രജി കൊടു രജിമോൾ അപ്പോൾ ഓക്കെ ബൈ ബൈ. അങ്ങനെ നമ്മുടെ പിറന്നാൾ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തുന്നതിന് മുന്നേ തന്നെ യാശു ബാക്കി ഉണ്ടായിരുന്ന കേക്ക് അവിടെ താഴെ ഇട്ട് മൊത്തം സീറ്റിൽ മൊത്തം ആക്കി വെച്ച്. അപ്പം നമുക്കിതേ പണി ഇവിടെ ക്ലീനിങ് ആയിരുന്നു കൈ സെറ്റിപാടെ. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് കിടന്നുറങ്ങാൻ പോയത്. ഗൈസ് അങ്ങനെ രാവിലെ അമ്പലത്തിലൊക്കെ വന്നു. അപ്പം ചിന്നും കുഞ്ഞൊന്നും ഉണ്ടായില്ല. ഞാൻ വേഗം കുറച്ച് ലേറ്റ് എണീക്കാൻ, അപ്പോൾ അത് കാരണം വേഗം അങ്ങനെ ഫ്രഷായിട്ട് വന്നതാണ്. അങ്ങനെ അതെ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞു. ഞാൻ വരുന്ന വഴിക്ക് ഞാൻ ഫുഡ് വീട്ടിലേക്ക് പാർസൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണിയാണ് വാങ്ങിച്ചത്. അപ്പം ചിന്നുൻ്റെ അമ്മ ഇവിടെ അടുത്ത് തന്നെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അമ്മക്കും പിന്നെ ചേച്ചിയും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചേച്ചിക്ക് അവിടെ ടൗണിൽ തന്നെ പോയി കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അമ്മക്ക് കൊടുത്തു, ചേച്ചിക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം ചേച്ചി വെള്ളിയാഴ്ച ആയിരുന്നു, വ്രതമായിരുന്നു ഗൈസ്. അങ്ങനെ ചേച്ചി നോൺ വെജ് കഴിക്കില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ബാക്കിയുള്ള ഫുഡൊക്കെ ആയിട്ട് നേരത്തെ വീട്ടിലോട്ട് പോയി. ബോളുണ്ടാ ഗൈസ്? ഒരാളിവിടെ എനിക്ക് പായസം കൊണ്ടുവന്നിരിക്കുന്നു ഗൈസ്. പായസം വാവായിട്ടോ. അയ്യോ അപ്പോൾ അത് ഞാൻ ഈവനിങ് ആയപ്പോൾ എൻ്റെ ചേച്ചിയും പിള്ളേരൊക്കെ ഞാൻ വീട്ടിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ നമുക്കിന്ന് ആക്ച്വലി ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതായത് മൂത്തമ്മയുടെ മോളുടെ, എൻ്റെ ചേച്ചിയുടെ മോളുടെ മെഹന്തിയാണ്. അപ്പം സൺഡേ കല്യാണം. അങ്ങനെ നമ്മൾ ഫംഗ്ഷനൊക്കെ ആയിട്ട് എല്ലാവരും വീട്ടിൽ വന്നു. ഗൈസ് ഒരു പെർഫ്യൂം. അതെ അതെ അതെ. അപ്പോൾ ഗൈസ് ഇതാ ഞാൻ ടൗണിൽ പോയിട്ട് ഇപ്പം വീടെത്തിയുള്ളൂ. ഇവിടെ കൂടുതൽ പോയിട്ടായിരുന്നു കൃത്യനെ. പിന്നെ അങ്ങനെ അപ്പൊ അതെ ഓളും അല്ല ശിവൻ ഓളെ കണ്ടപാട് ഐശു 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 പറഞ്ഞുണ്ടായി. അപ്പം അങ്ങനെ അപ്പൊ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടേ മോന്റെ ഈ കൈ നോക്കിയത് കാണിച്ചു കൊടുക്ക. കൈ കൊടുക്കുമ്പോ ഐശു കൈ കാണിച്ചു കൊടുക്ക്. ഐശു എന്താ അമ്മ കൈ എന്താ ഇത്? വീണു പറ വീണു പറ വീണോ പറ. അപ്പൊ യാശു അങ്ങനെ കുരുത്തക്കേട് കാണിച്ചിട്ട് ഗൈസ് അപ്പം കളിക്കുന്നതിന്റെ ഇടയിൽ വീണയാണ്. അപ്പൊ യാശു ഇവളും ഉണ്ടായിരുന്നു, രണ്ടുപേരും ഒന്നിച്ച് ചാനലിൽ ഓള് കളിക്കാൻ. എന്നിട്ട് അങ്ങനെ 2 ആഴ്ച റെസ്റ്റ് എടുക്കാൻ പറഞ്ഞായിരുന്നു. അപ്പം വീണ സമയത്ത് പിന്നെ ഞാൻ പുറത്തായിരുന്നു. ചിന്നോട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. പെട്ടെന്നാണ് അവൻ താഴെ വീണത്. വീണതിന് ശേഷമാണ് ഇവള് കാണുന്നത്. അപ്പം നോക്കുന്ന സമയത്ത് അങ്ങനെ കയ്യിലങ്ങനെ വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. ജസ്റ്റ് വിളിയാച്ച് തല ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തട്ടിയതാണ് എന്ന് വിചാരിച്ചിട്ടേ കരച്ചിലൊക്കെ നിർത്തി. ഈവനിങ് ആയപ്പം കൈ ഇങ്ങനെ കുറച്ച് തന്നെ വീങ്ങി വരുന്നുണ്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാനൊക്കെ ഇത് എക്സ്റേ എടുത്തു. എന്നാലും ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട് പറഞ്ഞു. 2 ആഴ്ച ബാൻഡേജ് ഇട്ട് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ സെറ്റ് ആവുമെന്ന് പറഞ്ഞു. അതെ ഒരുപാട് പേര് അത് മാത്രമേ ഉള്ളൂ കമന്റ്സിൽ മൊത്തം എന്റെ കൈക്കെന്ത് പറ്റി എന്നാണ്. നമ്മള് പിന്നെ അത് എല്ലാവരുടെ അടുത്തും വീണു പറയാൻ എന്തോപോലെ. അപ്പൊ ചിലപ്പോ ഒരു കമന്റ് 1-2 കമന്റ് നമ്മൾ കൊടുത്താണ്. പിന്നെ ഞാൻ എല്ലാവർക്കും അങ്ങനെ പറയാൻ നിന്നിട്ടില്ല. അപ്പം ഗൈസ് എല്ലാവരും ഇവിടെ ഫാമിലി ചേച്ചി എല്ലാവരും വന്നപ്പോൾ എല്ലാവരും ഓണായി. അപ്പോൾ കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. കാരണം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യില്ല. കാരണം ചേച്ചിയുടെ നമ്മുടെ രജി ചേച്ചിയുടെ ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. ചേച്ചീനെ എന്നെ വിളിച്ചാൽ അതെന്താ പരിപാടി നൈറ്റ് നമുക്ക് ട്രീറ്റ് ഉണ്ട്, എൻ്റെ ട്രീറ്റ് ഉണ്ട് എന്നെല്ലാം പറഞ്ഞു. പിന്നെ ഓക്കെ ഫൈൻ നമുക്ക് പോകാം. ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ നൈറ്റ് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. പിന്നെ ചേച്ചിൻ്റെ ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളതിനെ ഇറങ്ങിയാണ്. പക്ഷെ ഇവിടെ ഫുള്ള് സെറ്റായിരുന്നു. ഇവളെല്ലാം പറഞ്ഞു വെച്ച് അതിലൊക്കെ എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനമായിരുന്നു കേട്ടോ. ഞാൻ വേറെ വല്ല എന്തെങ്കിലുമൊക്കെ ആയിരുന്നു ചിലപ്പോൾ ഞാൻ പിന്നെയും എന്തെങ്കിലുമൊക്കെ ആണോ എന്നുള്ളൊരു സംശയമാണ്. പക്ഷെ ചേച്ചിയുടെ ട്രീറ്റ് പറഞ്ഞ് ചേച്ചി വിളിക്കുമ്പോൾ പിന്നെ കൂടുതലായിട്ട് എൻ്റെ മൈൻഡിൽ അങ്ങനെ ഒരു സാധനമില്ല. പിന്നെ
ഞാനും യാഷുമോനും അറിഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് അവിടെ തന്നെ കളിക്കുന്ന ഒരു ഏരിയ ഉണ്ടാവും ഹോട്ടലിൽ കുട്ടികൾക്ക്. പിന്നെ അങ്ങോട്ട് പോയ സമയത്താണ് ബാക്കി ഇവരുടെ പ്ലാനിങ് കാര്യങ്ങൾ നടന്നത്. കാരണം ചിന്നാണെങ്കിൽ ചേച്ചി ഫോൺ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെയാണ് കൂടുതലും സംസാരിച്ചിട്ടുണ്ടാവുക. ബാക്കി അവർ അവിടെ ചെന്നിട്ട് എന്താ ചെയ്യാന്നുള്ള ഐഡിയ ഒക്കെ ഞാനൊന്ന് മാറാൻ വേണ്ടി ഇവരിങ്ങനെ നിൽക്കാറ്. പക്ഷെ അതൊന്നും ഞാൻ അങ്ങനെ വലിയ ഫോക്കസ് ചെയ്തില്ല. കുട്ടിക്കാര്യമ്പോൾ ഞാൻ എടുത്തുകൊണ്ട് പോയി നമ്മൾ കുറച്ച് നേരം ഒരു അരമണിക്കൂർ എങ്ങാനും അവിടെ വേറെ കുട്ടി വന്നു ചെറുത് യാഷിൻ്റെ അത്ര തന്നെ. അപ്പോൾ യാഷ് അവൻ്റെ കൈ പിടിച്ച് വിളിച്ചിട്ട് അവൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ചു. അപ്പോൾ അങ്ങനെ അവിടെ ഞാൻ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ അകത്തേക്ക് വരുന്നതും ഫുഡൊക്കെ ഓൾറെഡി വന്നില്ല. പിന്നെ ഓരോന്നും അതിന് ഫുഡൊക്കെ വന്നു. അപ്പം എന്താ പറയുക, ഞാൻ വേറെ എന്തൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വന്നില്ല. അപ്പം പിന്നെ ലാസ്റ്റ് പ്ലേറ്റ് മൂടിക്കൊണ്ട് വരുമ്പോൾ ഞാൻ വിചാരിച്ച് ഇതിൽ ഇല്ലെന്ന് പറഞ്ഞു നോക്കുമ്പോഴായിരുന്നു ആ ഒരു സർപ്രൈസ്. ആ ഒരു ഫോൺ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ കാരണം ഇവള് അത്രത്തോളം പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം ഇവർക്ക് അങ്ങനെ വലിയ അങ്ങനെ അത് ആരുമായിട്ട് കണക്ട് ചെയ്തിട്ട് സർപ്രൈസ് തരാൻ മാത്രമുള്ള ഒരു സാധനം ഇവർക്ക് അങ്ങനെ ചെയ്യില്ല. ചിലപ്പോൾ എന്നോട് ഡയറക്റ്റ് പറയും ചിലപ്പോൾ. പക്ഷെ ഇത് വെൽ പ്ലാൻഡ് എല്ലാം സെറ്റാക്കി എല്ലാവരും ആൾക്കാരെല്ലാം ഏർപ്പാടാക്കി ഫുള്ള് സെറ്റ് ചെയ്തു. അപ്പം ഇതാണല്ലോ നമ്മുടെ കല്യാണ പെണ്ണ് ഹനീറ്റി. അപ്പം ഇവളുടെ കല്യാണം വരുന്നത് സൺഡേ ആണ് ആക്ച്വലി. അപ്പം വെള്ളിയാഴ്ച നൈറ്റ് നമ്മുടെ മെഹന്തി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ ഫാമിലി മൊത്തം ഉണ്ടായിരുന്നു ഫംഗ്ഷന്. അപ്പം യാഷുമോനാണെങ്കിൽ ആദ്യം ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞപ്പം അവൻ താല്പര്യമേയില്ല, ഇറങ്ങുന്നേയില്ല, കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെയാണ് അവൻ ഡാൻസ് കളിക്കാൻ തുടങ്ങി. പിന്നെ നിർത്തുന്നേയില്ല, ഒരേ ഡാൻസ്. വരുന്നവരെയും പോകുന്നവരൊക്കെ കൈയൊക്കെ വലിച്ചു കൊണ്ടുവന്നിട്ട് ഡാൻസ് കളിക്കാൻ വേണ്ടി നിർബന്ധിച്ച് കളിക്കുകയാണ് അവൻ.